ഇതാണ് അബുദാബിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു സ്ഥലമാണ് മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയ. അവിടെ ഗാരേജസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. കാലിക്കറ്റ് എക്സ്പ്രസ് പൊതുവെ ഇവിടെ പാകിസ്ഥാനികൾ, അഫ്ഗാനിസ്ഥാനികളാണ് കൂടുതൽ. പിന്നെ ഇന്ത്യൻസ് ഉണ്ട്, ഇറാനി ഉണ്ട്, അതുപോലെ തന്നെ ഈജിപ്ഷ്യന്മാരുണ്ട്, ബംഗാളി ഉണ്ട്. അവരാണ് കൂടുതൽ. പാകിസ്ഥാനികളാണ് ഒരു 80% ഉള്ളത്. ബാക്കിയുള്ള രാജ്യക്കാരും ഉണ്ട്. ഇവിടെ ലേബേഴ്സിൻ്റെ ഏരിയയാണ് അധികം. ക്യാമ്പുകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫാർമസി ഇവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. സാധാരണ ദിവസം എന്ന് പറഞ്ഞാൽ ഈ നേരത്തൊക്കെ നമ്മൾ ഡ്യൂട്ടിയിലാവും. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ലീവാണുള്ളത്. അപ്പോൾ ഇന്ന് ലീവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവും. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് നമ്മൾ സൗണ്ട് എഡിറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് സൗണ്ടോട് കൂടിയിട്ട് ലൈവ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും സാധാരണ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് കൊണ്ടുപോവാണ് പതിവ്. ഇന്ന് പുള്ളിക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ നടന്നു പോവാണ്. ഇതല്ലാട്ടോ നമ്മൾ പോവാൻ പോകുന്നത്. പോണ വഴിയിലെ ഒരുപാട് കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ അധികം ലേബേഴ്സിൻ്റെ ഏരിയയാണ് മുസ്തഫ ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അധികം ആൾക്കാരും രാവിലെ ഡ്യൂട്ടിക്ക് പോകും. അത് രാവിലെ 5 മണി, 6 മണി, 7 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകും. വൈകുന്നേരം 5 മണി, 6 മണി, 7 മണിക്കൊക്കെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ അവർ കുളിക്കും, ഭക്ഷണം ഉണ്ടാക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും അവർക്ക് രാത്രി കിടക്കാറാവും. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഈവനിങ് ഷിഫ്റ്റാണുള്ളത് അധികം. ഇത് ഫുട്പാത്താണ് ഈ കാണുന്നത്. അബുദാബി ടൗണിൽ കുറച്ചുകൂടി അടിപൊളിയാണ് ഫുട്പാത്ത്. ഇവിടെയൊക്കെ വർക്ക് നടന്ന് റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇത് പഴയ ഫുട്പാത്താണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് റൗണ്ട് അപ്പോട്ട് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ സിഗ്നലാണ്, ട്രാഫിക് സിഗ്നൽ. ഇവിടെയും ട്രാഫിക് സിഗ്നലുണ്ട് പല സ്ഥലത്തും. പക്ഷേ ഇത് സീബ്ര ലൈനാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനുള്ളത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടികൾ നിർത്തും. നാട്ടിൽ വണ്ടികൾ പല സ്ഥലത്തും പല പോലെയാണ്. ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ നിർത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തായാലും നിർത്തും. ക്യാമറ ഉണ്ട്. നിർത്താണ്ടിരുന്ന ഫൈൻ കൊടുക്കും. ഇതാണ് സുഹൃത്തുക്കളെ റൗണ്ട് അബൌട്ട്. ഇതാണ് പറയുക റൗണ്ട് അബൌട്ട്. അങ്ങനെ പറയുക റൗണ്ട് അബൌട്ട്. അപ്പോൾ ഇത് വണ്ടികൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ലൈനിലേക്ക് പോകേണ്ട വണ്ടികൾ പോവും. നാട്ടിൽ സിഗ്നലാണ്, ട്രാഫിക് സിഗ്നലാണ്. ഇവിടെ എങ്ങനെയാണ്. ഇതാണ് ഐക്കാട് വർക്കേഴ്സ് വില്ലേജ്. ഇവിടെയാണ് ലേബേഴ്സ് താമസിക്കുന്നത്. പണ്ട് ഫാമിലിക്ക് വേണ്ടി കെട്ടിയതായിരുന്നു. പിന്നീട് ഷാബിയ എന്ന് പറയുന്ന നഗരം വന്നതോടുകൂടി ഇവിടെ വർക്കേഴ്സ് വില്ലേജിന് മാത്രമായിട്ടുള്ള താമസമാക്കി. ചിലപ്പോൾ വോയിസ് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റ് നടത്തിയിരിക്കുകയാണ്. അതാ കാണുന്നതൊക്കെ സൂപ്പർ മാർക്കറ്റുകളാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകൾ. പിന്നെ ആളുകളെ അധികം കാണിക്കുന്നില്ല. നാട്ടിലേക്കാളും പ്രൈവസി ഇവിടെ കൂടുതലാണ്. ആൾക്കാർ പെടാതെ വേണം അധികം വീഡിയോസ് എടുക്കാൻ. ഇത് മറ്റൊരു സൂപ്പർ മാർക്കറ്റാണ്. സുഹൃത്തുക്കളെ ഇവിടുത്തെ ബസ് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ബസ്. അപ്പോൾ അതിൽ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ നേരെ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ബസ് ഇപ്പോൾ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഇതിവിടെ അബുദാബി സ്റ്റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ബസ്സിനൊക്കെ നമ്പറുകളാണ്. നമ്പറിൻ്റെ കൂടെ ടൗണുകളുടെ പേരുകളും ഉണ്ടായിരിക്കും. പിന്നെ
ഒന്ന് റീചാർജ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കാർഡ് ഉപയോഗിക്കുക, പഞ്ച് ചെയ്യുക. ഇതല്ല റെഡ്യൂസ് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡ്. ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനാണ് ഈ കാണുന്നത്. റോഡൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകളാണ്, എവിടെയും വളവോ ചെരിവൊന്നുമില്ല. വളരെ ഒരു സ്ഥലയ്ക്ക് നോക്കി അടുത്ത അറ്റം കാണാം. ഇതാണ് ഷോപ്പ് ഗുഡ് ബർഗർ. അടുത്ത സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും.